विश्वं पश्यति कार्यकारणतया स्वस्वामि सम्बन्धत शिष्याचार्यतया तयैव पितृपुत्राद्यात्मना भेदत स्वप्ने जाग्रदिवाय एष पुरुषो माया परिभ्रामित तस्मै श्रीगुरुमूर्तये नम इदं श्रीदक्षिणामूर्तये विश्वं पश्यति कार्यकारणतया स्वस्वामि सम्बन्धत शिष्याचार्यतया तयैव पितृपुत्राद्यात्मना भेदत स्वप्ने जाग्रदिवाय एष पुरुषो माया परिभ्रामित तस्मै श्रीगुरुमूर्तये नम इदं श्रीदक्षिणामूर्तये യഥാർത്ഥത്തിൽ മായ വശപ്പെട്ടിരിക്കാൻ മായ എന്ന് പറഞ്ഞാൽ അഘടിത ഘടനാവഴി ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാണിക്കാൻ അതിസമർത്ഥയായ ഒരു ശക്തിവിശേഷമാണ് മായ. അത് മായ സകല ലോകതയും ഇതാകുന്നു. സകല മായയെ ജയിക്കണമെങ്കിൽ വളരെ പ്രയാസമാണ്. എല്ലാ പണ്ഡിതന്മാരെ പോലും മായ അവിദ്യ കീഴ്പ്പെടുത്തി കളയുന്നു എന്നാണ്. അങ്ങനെയുള്ള മായ കൊണ്ട് പരിഭ്രാന്തനായി ഭ്രമിപ്പിക്കപ്പെട്ടവനായിട്ടാണ് നാം ഓരോന്ന് കൽപ്പിക്കുന്നത്. അതാണ് ഒന്ന്, വിശ്വം പശ്യതി കാര്യകാരണതയ. ഈ പ്രപഞ്ചത്തെ ഇത് കാര്യം, അതിന് കാരണം ഇതാണ്. കുടം അത് കാര്യമാണ്, മണ്ണ് കാരണമാണ്, വസ്ത്രം അത് കാര്യമാണ്, നൂല് കാരണമാണ് എന്ന് ഭേദം കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒന്നേ ഉള്ളുവെങ്കിലും മായ കൊണ്ട് ഇത് കാര്യം ഇത് കാരണം എന്ന് നാം വ്യക്തമാക്കുകയാണ്. അതുപോലെ തന്നെ സ്വസ്വാമി സംബന്ധത, അതുപോലെ ഞാൻ സ്വാമിയാണ്, അവൻ സേവകനാണ്, ഇതെൻ്റെ സ്വത്താണ്, ഇത് ഞാൻ അതിൻ്റെ ഉടമസ്ഥനാണ് എന്ന് സ്വസ്വാമി ഭാവം. സ്വം വെച്ച ധനം, സ്വാമി വെച്ച അതിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ സ്വാമി സംബന്ധം, ഇത് സ്വാമി എന്ന് ഉടമസ്ഥനെന്നും സ്വം എന്ന് ധനമെന്നും. അപ്പോൾ ധനികനും ധനത്തിനുള്ള ബന്ധം ഇതൊക്കെ കൽപ്പിക്കാനാണ് സ്വസ്വാമി ഭാവ സംബന്ധം എന്ന് പറയുന്നു. മുൻപ് കാര്യകാരണ ഭാവ സംബന്ധം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ശിഷ്യാചാര്യതയാ, ശിഷ്യനും ആചാര്യനും യഥാർത്ഥത്തിൽ ഒരേ ഉള്ളൂ. ശിഷ്യൻ പരമാത്മാവ് മാത്രമേ ഉള്ളൂ. പിന്നെ ശിഷ്യൻ ആചാര്യൻ എങ്ങനെ പറയാൻ കഴിയും? യോഗത്തിൽ തന്നെ പറയുന്നു ആചാര്യവാൻ പുരുഷോ വേദ എന്ന്. ഒരേ ആളുണ്ടെങ്കിൽ പിന്നെ ആചാര്യൻ എങ്ങനെ ഉണ്ടാകും? അപ്പോൾ അവിടെയും ഈ മായ കൊണ്ട് നാം കൽപ്പിക്കുകയാണ്, ഇത് ശിഷ്യൻ, ഇത് ആചാര്യൻ, ആചാര്യനിൽ നിന്ന് ശിഷ്യൻ ഈ വിദ്യ ഗ്രഹിക്കുന്നു എന്നവിടെ കൽപ്പിക്കുകയാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ അതുപോലെ പിതൃപുത്രാധ്യാത്മന, ഇത് ഞാൻ പിതാവാണ്, ഇത് മക്കളാണ്. അല്ലെങ്കിൽ ആ മക്കൾ വിചാരിക്കുന്നു ഇത് ഞങ്ങളുടെ പിതാവാണ് ഇദ്ദേഹം, ഞാൻ എൻ്റെ മക്കളാണവരെ എന്നിങ്ങനെ. അതുപോലെ ഭാര്യയും ഭർത്താവും, ഇങ്ങനെയുള്ള സംബന്ധങ്ങൾ മുഴുവൻ യഥാർത്ഥത്തിൽ മായ കൊണ്ട് കൽപ്പിക്കുന്നതാണ്. അപ്പോൾ മോക്ഷം എന്ന് പറയുന്നത് കിട്ടാത്തത് കിട്ടുകയല്ല, കിട്ടത് തന്നെ കിട്ടുകയാണ്. നാം മുക്തനാണ്. ഈ അവിദ്യ നീങ്ങുമ്പോൾ നമ്മുടെ ഞാൻ മുക്തനാണെന്ന അവസ്ഥ വ്യക്തമായി എന്ന് മാത്രം. അല്ലാതെ ശാസ്ത്രം എന്ത് ചെയ്തു? നമ്മുടെ അവിദ്യയെ മാറ്റി. അല്ലാതെ ശാസ്ത്രം നമുക്ക് മോക്ഷം തരുന്നില്ല. നമ്മുടെ അവിദ്യ എന്നുള്ളതായ മൂടുപടം മാറ്റിയപ്പോൾ, അത് തിരശ്ശീല മാറിയപ്പോൾ നമുക്ക് സ്വന്തം രൂപം അനുഭവപ്പെട്ടു എന്നേ ഉള്ളൂ, മുക്തരാണ്. അതുപോലെ തന്നെ ദുഃഖവുമില്ല. അങ്ങനെ സ്വപ്നത്തിലും ജാഗ്രതത്തിലും എല്ലാ അവസ്ഥകളിലും ഒരുപോലെ യാതൊരു മായയില്ല. മായയെ നീക്കി കാണുമ്പോൾ എല്ലാം ഒരുപോലെയാണ് നാം കാണുന്നത്. അതുകൊണ്ട് ആ മായ അത് സംഹരിക്കുന്നതിനെ, അതിനില്ലാതാക്കി നിവർത്തിപ്പിക്കുന്നതിന് ഗുരുവിൻ്റെ അനുഗ്രഹം വേണം. ആ ഗുരുവിൻ്റെ അനുഗ്രഹം അതാണ് സ്വപ്നേ ജാഗ്രതിവായ യേശ പുരുഷോ മായാപരിഭ്രാമിത തസ്മൈ ശ്രീ. എല്ലാം മായ കൊണ്ട് അദ്ദേഹം പരിഭ്രമിപ്പിക്കാൻ നമ്മെ.